സർ, നിലമ്പൂരിലെ തോൽവി മൂന്നാം ഊഴം സ്വപ്നം കണ്ടു കഴിയുന്ന പിണറായിക്ക് ഒരു കനത്ത തിരിച്ചടിയായി. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന ആലോചനയിലാണ് CPM. പൊതുവെ കേൾക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ചും കോൺഗ്രസും UDF ആരോപിക്കുന്നത് കേരളത്തിൽ ഒരു BJP CPM ഡീൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ ഒരു ഡീൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് വിജയിക്കുമോ? വിജയിക്കാനെന്ന് ചോദിച്ചാൽ അത് ഒരു ഭാഗികമായിട്ടൊക്കെ വിജയം നടക്കും. ഈ മൂന്നാം ഊഴം സാക്ഷാത്കരിക്കുവാനായിട്ട് ചിലപ്പോൾ CPM BJP ഡീൽ നടന്നു എന്ന് വരാം. നമ്മളീ പലപ്പോഴും പറയുന്നുണ്ട്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തി. ഈ 11 എണ്ണവും കിട്ടണമെന്നൊന്നുമില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 24 കഴിഞ്ഞ് 26-ലെത്തുമ്പം ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആലോചിക്കണം. ഇവർക്കൊരു 3 സീറ്റെങ്കിലും വേണം നിയമസഭയിൽ. 5 or 3 എന്നുള്ള കണക്കിൽ നിൽക്കുകയാണ്. അതിന് നമുക്കിപ്പോൾ അറിയാം, 2016 നേമത്ത്, പിന്നെ 2024 തൃശ്ശൂരിൽ സുരേഷ് ഗോപി, ആ വിജയം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഒരു 3 അല്ലെങ്കിൽ ഒരു 5 സീറ്റിൽ എത്തിക്കഴിഞ്ഞാൽ BJPക്ക് പിന്നെ എങ്ങനെ പിടിച്ചു പോകണമെന്നറിയാം. 2-ൽ നിന്ന് അങ്ങ് മുകളിൽ ഇപ്പോഴെത്തി നിൽക്കുന്നത് ആ BJPയെ പിന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, പിന്നെ കഴക്കൂട്ടം, നേമം, ഇതൊക്കെ വരുന്നതാണ്. തിരുവനന്തപുരത്ത് ഒരു സീറ്റ് കിട്ടിയാൽ അതിന് CPMനെ ആയിട്ടുള്ള ഡീലാണെന്നൊന്നും പറയത്തില്ല. കാരണം BJP കുറേ നാളായിട്ട് തിരുവനന്തപുരത്തൊരു വിജയത്തോടടുത്ത് നിൽക്കുന്ന ഇടമാണ്. പിന്നെ തൃശ്ശൂരിൽ ഒരു വിജയമുണ്ടായാൽ, കാരണം ഇപ്പോൾ സുരേഷ് ഗോപി വിജയിച്ച് അവിടെ BJPക്കൊരു ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അതിനെയും നമുക്ക് ഒരു ഡീലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പാലക്കാടുമാകാം. ഇത് 3 കൂടി കിട്ടിയാൽ എന്താ, BJP പിന്നീട് നിയമസഭയിൽ 3 സീറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ BJPയുടെ വലിയൊരു കുതിപ്പായിരിക്കും കാണുന്നത്. അപ്പോൾ അങ്ങനെ, പക്ഷേ എന്നാൽ ഡീൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന് പിണറായി വിജയൻ മൂന്നാം ഊഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ള സ്ഥിതി ആലോചിക്കണം നമ്മൾ. ഈ നിലമ്പൂരിലെ ഈ വിജയം വെച്ചുകൊണ്ട് നമ്മൾ UDFൽ അങ്ങ് അടിച്ചു കയറാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അണിയറയിൽ പിണറായി നല്ല തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാർപ്പാപ്പയെ കുമ്പസരിപ്പിക്കാൻ പഠിപ്പിക്കണ്ട, കുർബാന ചൊല്ലിക്കാൻ. അതെ, അത് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ് പിണറായി വിജയൻ. അങ്ങനെ വരുമ്പോൾ ഒരു മൂന്നാം ഊഴം സഫലമാകുമ്പോൾ UDFൻ്റെ സ്ഥിതി ആലോചിക്കണം. ഈ എത്രയോ നാളുകളായിട്ട് ഘടകകക്ഷികൾ അതൃപ്തരായി നിൽക്കുകയാണ്. ഇനി മുമ്പോട്ട് പോകാനുള്ള ത്രാണിയില്ല. ഇവർ പല വഴികൾ തേടുമെന്നുള്ളതാണ്. നമുക്കറിയാം, പ്രധാനപ്പെട്ട ഘടകകക്ഷി ലീഗാണ്. അവരുടെ സ്ഥിതി അറിയാവുന്നതാണല്ലോ. അധികാരം ഇല്ലാതെ ഒരു ദിവസം പോലും നിൽക്കാൻ അവർക്ക് കഴിയത്തില്ല. അങ്ങനെയുള്ള അവരിപ്പോൾ 10 വർഷമായിട്ട് പുറത്തു നിൽക്കുകയാണ്. പിന്നെ കേരള കോൺഗ്രസ്, പിന്നെ ഒറ്റയാൾ പട്ടാളങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒറ്റയാൾ പട്ടാളങ്ങളൊക്കെ പല വഴികളിലൂടെ പോയി എവിടെയെങ്കിലുമൊക്കെ അങ്ങ് ചേരും. പിന്നെ ലീഗും കേരള കോൺഗ്രസും ഒക്കെ ആയിരിക്കും. കോൺഗ്രസ്സിന് തന്നെ ശിഥിലമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകത്തില്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? കോൺഗ്രസിന് ഇതിൽ കൂടുതൽ ശിഥിലമാകാൻ ഉണ്ടോ കോൺഗ്രസ്? അതെ, BJPയുടെ എന്താ 2014 മുതൽ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് ഭാരതം. പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ആക്കിയിട്ടില്ലേ? തൂത്തെറിഞ്ഞല്ലോ. ദക്ഷിണേന്ത്യയിലേക്കാണ് വരുന്നതെന്ന്. സാർ, അവിടെയൊക്കെ കോൺഗ്രസിനൊരു നിശ്ചിത ശതമാനം വോട്ടും ഒരു നിശ്ചിത സീറ്റുകളും അവശേഷിക്കുന്നുണ്ട്. കോൺഗ്രസ് ഇപ്പോഴും മുഖ്യ പ്രതിപക്ഷമായിട്ടുണ്ട്. പക്ഷേ അവരുടെ ഈ നേതാക്കന്മാരുടെയൊക്കെ ഒരു പിടിപ്പുകേട് കൊണ്ടാണ് പലപ്പോഴും അത് ശക്തമായിട്ട് അത് മുന്നേറി വരാത്തത്. അവരുടെ നേതൃത്വത്തിലാണല്ലോ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. ഇന്ത്യ മുന്നണി ഏത് തരത്തിൽ മുന്നേറുന്നു?
അത് മുഴുവൻ കലഹമല്ലേ? ഇന്ത്യ മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതോടുകൂടി അത് തീർന്നു. അല്ല, അതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഉണ്ടാക്കിയതാണ്. അത് ഫലം വന്നു കഴിഞ്ഞു, അത് പല വഴിക്ക് പോയി. ഇദ്ദേഹം പോയല്ലോ, നമ്മുടെ ഡൽഹിയിലെ ആം ആദ്മി. അതെ, അവരിറങ്ങി. മഹാരാഷ്ട്രയിൽ ഏറ്റവും പുതുതായിട്ട് കേൾക്കുന്നത് മറ്റേ ശിവസേന കോൺഗ്രസ് സഖ്യം പൊളിയും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഉദ്ധവ്, പിന്നെ ശിവസേനയുടെ ഉദ്ധവ് വിഭാഗം, തൃണമൂലും ഇറങ്ങിപ്പോയി. ഇന്ത്യ മുന്നണി പണ്ടേ പോയി. അവർ തുടങ്ങിയപ്പോൾ മുതൽ തൃണമൂലും അതുപോലെ തന്നെ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇനി അത് ഗുണം പിടിക്കുന്നു. ആകെ ഉള്ളത് ഈ DMKയും SPയുമാണ്, സമാജ്വാദി പാർട്ടിയും. പിന്നെ വിട്ടുകളയണ്ട, CPM ഉണ്ട്, CPI ഉണ്ട്. ഒരു ഓട്ടോയിൽ പാർലമെന്റിൽ ചെന്ന് ഇറങ്ങാൻ പറ്റുന്ന അംഗങ്ങൾ മാത്രമുള്ള CPM. എന്നാലും മറ്റേ പുരപ്പുറത്ത് കിടക്കണമല്ലോ എന്ന് പറഞ്ഞ രീതിയിലല്ലേ MA ബേബി നടക്കുന്നത്. പിന്നെ നരേന്ദ്രമോദിയെ വിരട്ടിക്കൊണ്ട് നടക്കുകയല്ലേ. ട്രോളന്മാർക്ക് ട്രോളാനൊരു അവസരം. അതെ, അതിൽ കൂടുതൽ ഒന്നുമല്ല ഇന്ന് CPM എന്ന അവസ്ഥയിൽ. പക്ഷേ MA ബേബി ഇപ്പം ഇവിടെ തന്നെ ഉണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്. പണ്ട് EMS CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ കേരളത്തിൽ കിട്ടാറില്ല, ഡൽഹിയിലായിരുന്നു. വലിയ തിരക്കായിരുന്നേ. അപ്പോൾ കേരളത്തിന് EMSന് നഷ്ടമായപ്പോൾ വല്ലാത്തൊരു പിന്നെ ഒരു ശൂന്യത അനുഭവപ്പെട്ട പോലെ ആയിരുന്നു. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ പിന്നെ ബേബി അത് AK സെൻറ്റർ അവിടെ അടച്ചിട്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കറണ്ട് ചാർജൊക്കെ ആകത്തില്ലേ. കേരളത്തിൽ കിടന്ന് കറങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം കേരളത്തിലെ സാംസ്കാരിക രംഗം മുഴുവൻ നോക്കുന്ന ആളാണ് MA ബേബി. അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടെ അദ്ദേഹത്തിനുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ കോൺഗ്രസിൻ്റെ ഭാവി 2026, കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഭാവി 2026 തീർച്ചപ്പെടുത്തും. അത് ഉറപ്പായ കാര്യമാണ്. അപ്പം 2026 കോൺഗ്രസിൻ്റെ ഭാവി തീർച്ചപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലുള്ള പ്രധാനികളെക്കുറിച്ചൊക്കെ ആലോചിക്കണം. മുഖ്യമന്ത്രി വേഷം കെട്ടി നിൽക്കുന്നവരുണ്ട്. അവർക്ക് 2026 അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ രാഷ്ട്രീയ ജീവിതം അവിടെ അവസാനിക്കുകയാണെന്ന്. രമേശ് ചെന്നിത്തല 2026 മുഖ്യമന്ത്രിയാകാൻ കഴിയുന്നില്ല, UDF വന്നില്ല, മുഖ്യമന്ത്രിയാകുന്നില്ല. പിന്നെ 2031 വരെ കാത്തിരിക്കണം. 2031 വരെ കാത്തിരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ഘടകകക്ഷികളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോഴത്തേന് ചെന്നിത്തലയ്ക്ക് പ്രായം കയറും. ചെന്നിത്തല എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. കടുങ്കൈ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടി വിടും, BJPയിൽ പോകും. പാർട്ടി വിട്ട CPMൽ പോകുമോ? ഇല്ലല്ലോ. ആദ്മി പോകുമോ? ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ വനവാസത്തിന് പോകണം. അതായിരിക്കും സംഭവിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ചില രാഷ്ട്രീയ സംഭവവികാസങ്ങൾ 26 ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇനി നമ്മൾ തിരിച്ചു ആലോചിച്ച് നോക്കേ, 2026 LDF അധികാരത്തിൽ വരുന്നില്ല. പിണറായി വിജയന് പിന്നെ ധർമ്മടത്തുനിന്ന് ജയിക്കും അല്ലേ? ഭൂരിപക്ഷം കുറയുമായിരിക്കും. പിണറായി വിജയൻ വന്നൊരു പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമോ? സംശയമാണ് എനിക്ക്. ഈ പിണറായി വിജയൻ ഈ കസേര, മുഖ്യമന്ത്രി കസേര അല്ലാതെ, അദ്ദേഹം ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് നാട് നീങ്ങാനിരിക്കുന്ന ആളാണ്. നാട് നീങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് മരുമകനെ അരിയിട്ട് വാഴ്ചയും നടത്തും. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്കത് ആലോചിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പാർട്ടിക്കാരും കൂടെ സമ്മതിക്കണ്ടേ സാറേ? പാർട്ടി ഇത്രയും കൊല്ലം എന്താ പ്രശാന്ത് പറയുന്നത്? 25 കൊല്ലം ഇയാളുടെ കാൽ കീഴിൽ കൊണ്ടുവച്ചിരിക്കുക അല്ലായിരുന്നു പാർട്ടിയെ മുഴുവന്. 15 കൊല്ലം പാർട്ടി, 10 കൊല്ലം കേരളം. മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും പാർട്ടിയെ ഭരിച്ചു നിർത്തിയത്. പാവം ഞാനാര് പറയും, എടോ എല്ലാ AK സെന്ററിൽ നിന്ന് അത് തീർച്ചപ്പെടുത്തുന്നതെന്ന്. ഈ കാനാരുടെ കൈ അല്ല, VS അച്യുതാനന്ദന്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയല്ലായിരുന്നു. ഇവിടെ പാർട്ടിയുടെ കൈയും കാലും കെട്ടി പിണറായി പറയുന്നത് പോലെ. അപ്പോൾ 2 വശം നമ്മൾ ആലോചിക്കണം. കോൺഗ്രസിന് ഭരണമില്ലാതെ 2026 എന്തായിരിക്കും? 2026 പിണറായി വിജയൻ അധികാരമില്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.